ഈ പാർട്ടിക്കാരുടെ പരിപാടിയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൗണ്ട്, വലിയ ഗ്രൗണ്ട് എടുക്കുക. എന്നിട്ട് അതിനകത്ത് നിങ്ങളെല്ലാവരും കൂടെ നിങ്ങളുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ കൂടുക. അതുപോലെ തന്നെ ഉത്സവമായാലും പെരുന്നാളായാലും നിങ്ങളുടെ ആരാധനാലയത്തിൻ്റെ ചുറ്റുമതിലിനുള്ളിൽ പരിപാടി നടത്തുക. അല്ലാതെ ഇതെല്ലാം കൂടെ പൊക്കി പിടിച്ചുകൊണ്ട് എന്തിനാണ് ഈ വഴിക്കട നടക്കുന്നത്? നിങ്ങളുടെ ശക്തി കാണിക്കാനോ? നിങ്ങളുടെ ശക്തി കണ്ടിട്ട് നമുക്കെന്തിനാടേ? ഈ പറഞ്ഞ ആളുകൾക്ക് അവനവൻ്റെ പരിപാടി നിൽക്കുമ്പോഴത്തേക്കും നല്ല രസമായിരിക്കും, കണ്ടോ ഞങ്ങളുടെ പാർട്ടിയുടെ പവർ എന്ന് പറയും. ഇയാൾ വിശ്വസിക്കാത്ത പാർട്ടിയുടെ ഒരു പ്രോഗ്രാം നടക്കുക. അപ്പോൾ ഇയാൾ ഇപ്പുറത്തോട്ട് മാറി നിന്നിട്ട് ഇവനൊന്നും വേറെ പണിയൊന്നുമില്ല, മനുഷ്യനെ വഴി നടക്കാനും സമ്മതിക്കുകയല്ലേ, എന്തെല്ലാം പരിപാടി ഉണ്ടായിരുന്നു, ഈ റോഡ് ബ്ലോക്ക് കാരണം എൻ്റെ ഒരു പരിപാടി നടന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ ശപിക്കുകയല്ലേ. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഹിന്ദുമതത്തിൽപ്പെട്ട ഒരാളാണെങ്കിൽ അവരുടെ ഘോഷയാത്രയും ആറാട്ട് ഒക്കെ നടക്കുമ്പോഴത്തേക്കും, ശോഭായാത്രയൊക്കെ നടക്കുമ്പോൾ അവർക്ക് ഭയങ്കര രസമായിരിക്കും. ഇപ്പുറത്ത് നിൽക്കുന്ന മറ്റു മതത്തിൽപ്പെട്ട ഒരാൾ നോക്കുമ്പോൾ ഇവനൊന്നും വേറെ പണിയില്ല എന്ന് ചിന്തിക്കും. പല പല ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉള്ളിൽ ഒതുക്കിയായിരിക്കാം ഓരോ മനുഷ്യനും ആ വാഹനങ്ങളിലൊക്കെ ഇരിക്കുന്നത്. അവർക്ക് പല പല ആവശ്യങ്ങളുണ്ടായിരിക്കാം. അല്ലാതെ കണ്ട് നിങ്ങളുടെ പരിപാടി എൻജോയ് ചെയ്തിരിക്കുന്നൊന്നും അല്ല. അവനവന് പ്രശ്നം വരുമ്പോൾ മാത്രമേ ഇതൊക്കെ മനസ്സിലാകത്തുള്ളൂ. ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും എല്ലാം കടന്നുകൊണ്ട് ഭയങ്കര മനുഷ്യത്വം വിളമ്പും. നമ്മൾ മനുഷ്യന്മാരാണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനുഷ്യ സ്നേഹം എന്നൊക്കെ വിളമ്പും. പക്ഷെ ഇങ്ങനെയുള്ള അവസരത്തിൽ ഒറ്റ കുഞ്ഞുങ്ങൾക്ക് മനുഷ്യനെ തമ്മിൽ കാണരുത്.